നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്കാച്ചുണ്ടുള്ള ചന്ദന ചേട്ടാ, ഈ റിപ്പർ വാസുവിന്റെ വീട് എവിടെ? ആരാ? ഓ, ഇതിന് നേരെ ചെന്നിട്ടേ വലത്തോട്ട് തിരിയുമ്പോ അറ്റത്ത് കാണുന്ന വീടാ. ശരി. അല്ല, എന്താ കാര്യം? ആ പോക്ക് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ട്. എനിക്ക് തോന്നി. ചേട്ടാ, ആരാ? ഞാൻ പ്രകാശൻ. അപ്പൊ ഞാനത് ഇരുട്ടാ? അല്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, പ്രകാശൻ. ഇത് റിപ്പർ വാസുവിന്റെ വീടല്ലേ? അതെ. ഈ റിപ്പർ വാസുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇത് കാണാതിരിക്കാൻ അയാൾ വല്ല മായാവിയാണ്. അല്ല, ഈ റിപ്പർ വാസുവിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. നിന്റെ കണ്ണിൽ കുരുവൊന്നുമില്ലോ, എന്നാ കാണാൻ പറ്റും. എന്താ കാര്യം? അല്ല, പുള്ളിനെ കണ്ടിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാനാണ്. ഏയ്, അത് നടപ്പുള്ള കാര്യമല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേട്ടാ, ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. എടോ, ഈ റിപ്പർ വാസു എന്റെ അച്ഛനാണ്. ഒരു കുത്തികേസിൽ പോയിട്ട് തളർന്നു കിടക്കുകയാണ്. വല്ല കുണ്ടുകൾ പണി കൊടുത്താണോ? ഗുണ്ടകളാ? റിപ്പർ വാസുവിനെ കുത്തി വളർത്താൻ പറ്റിയ ഒരൊറ്റ ഗുണ്ടകളും ഈ നാട്ടിൽ ജനിച്ചിട്ടില്ല. അപ്പൊ കുത്തു കിട്ടിയെന്ന് പറഞ്ഞിട്ട്? അതോ, എടോ, അച്ഛന്റെ കാലിൽ കുഞ്ഞാൻ കുത്തി. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, കാലിന് കുഞ്ഞാൻ കുത്തിയിരിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു മരുന്ന് വെച്ച് കിട്ടിയാൽ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു, കണ്ടു കഴിഞ്ഞ് പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്തു പറഞ്ഞു. ഇഞ്ചക്ഷൻ ചെയ്തത് കേട്ടോടി അച്ഛനൊരൊറ്റ വെപ്രാളമാണ്. എപ്പോഴാണോ? അതെന്തിനാ? എടോ, അച്ഛൻ ഈ ലോകത്ത് ആകെ പേടിയുള്ളൊരു കാര്യം ഇഞ്ചക്ഷനാണ്. ഓ, എന്നിട്ട് അച്ഛൻ സമ്മതിക്കോ? ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അച്ഛൻ ഒറ്റക്കാലിൽ ഒറ്റ നിപ്പാ. അതെന്തിനാ ഒറ്റക്കാലിൽ നിൽക്കണത്? ഒറ്റ കാലിൽ പുഴുതാകുമല്ലേ? ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ വിരൽ മുറിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ സമ്മതിക്കോ? ഞങ്ങൾ എല്ലാവരും പിടിച്ചു വലിച്ചു കൊണ്ട് ഡോക്ടറിന് മുമ്പിലിരുത്തി. ഡോക്ടറായത് ഇത്രയും നീളവും സിറിഞ്ച് എടുത്ത് അച്ഛന്റെ ചാന്തിക്ക് ഒരൊറ്റ കൂട്ടാണ് കുത്തി. അച്ഛൻ കുത്തിയോടുകൂടി സ്ട്രോക്കാണ്, വേറെ നിലത്താണ് വീണത്. അന്ന് കിടന്ന കിടപ്പാണ്. ചന്തിയിലെ സിറിഞ്ച് പോലും ഇപ്പോഴും ഊരിയിട്ടില്ല. അയ്യോ, അപ്പൊ എന്റെ കൊട്ടേഷന്റെ കാര്യം? അത് ഓർത്ത് താൻ പേടിക്കണ്ടെന്ന്. അതിന് പറ്റിയ ആള് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതാരാ? രായൻ, സിന്തളം രായൻ. പേര് കേട്ടിട്ടുള്ള ചിരി വരുന്നു. അല്ല, പേടി വരുന്നു. അല്ല ഏട്ടാ, ഈ സിന്തളൻ രാജനെ കാണാൻ വല്ല മാർഗം ഉണ്ടാ? താനിത് പിടി, ഞാൻ ആളെ വിളിച്ചിട്ട് വരാം. സിന്തളൻ രാജൻ ഇങ്ങനൊരു ഗുണ്ട ഉണ്ടായിരുന്നു. ആരെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോയി. അവളെ ആരാണെന്ന് അറിയത്തില്ല. സെക്രട്ടറി ആക്കി അവിടെ വൈകുന്നേരം അങ്ങോട്ട് ചെല്ലട്ടെ, അതൊക്കെ കാണിച്ചു കൊടുക്കും.
ഞാൻ അയൽക്കൂട്ടത്തിൽ പോയ നേരെ നോക്കി എന്റെ വീട്ടിൽ കക്കാൻ കറിക്കുന്നതാ, ഓട്ടിക്കാൻ കറിക്കുന്നതാ. ചേച്ചി എന്റെ പൊന്നു ചേച്ചി, ഞാൻ കക്കാൻ വേണ്ടി വന്നതല്ല, ഞാനിവിടെ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. കൊട്ടേഷനോ? ആ നീ ഇങ്ങോട്ട് വന്നേ, നീ ഒന്ന് ഇടങ്ങി വാടാ, ചോദിക്കട്ടെ. എന്താ ചേച്ചി? അല്ല, നീ എന്താ പറഞ്ഞിരിക്കാൻ കൂടെ മനസ്സിലായില്ലേ? നീ എന്നത്തിന് വന്നാ? നീ എന്തിനാ കൊട്ടേഷൻ കൊടുക്കാൻ? കൊട്ടേഷൻ? ആർക്ക് കൊട്ടേഷൻ? ചിങ്കളൻ രാജൻ. ചിങ്കൻ രാജനാ? എന്നിട്ട് അന്നേരം എന്ത് അകത്തേക്ക് പോയിട്ടുണ്ട്, ആരോ വിളിക്കാനായിട്ട്. ആ ദേ വന്നു തോന്നുള്ള. ചേട്ടനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ചേട്ടൻ കൃത്യമായിട്ട് മുമ്പ് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് അങ്ങാട് കയറിപ്പോയി. അത് ഞാൻ തന്നെ നിന്നോട് സംസാരിച്ചത് രായപ്പൻ. ഈ ഉണ്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിന്തളം രായനായി പരിണമിക്കും. എന്റെ പൊന്നു സുഹൃത്തെ, ഇയാടെ ആ ഉണ്ട ഇല്ലെങ്കിലേ ഈ നാട്ടുകാര് പറയുന്ന ഇയാള് കൊരങ്ങിൽ നിന്ന് പോലും പരിണമിച്ചിട്ടില്ലെന്നാ. സുഹൃത്തെ, സിന്തളം രാജെന്ന് കേട്ടാ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. മുതിർന്നവർ പോലും മൂത്രമൊഴിക്കും. ചേട്ടനെ കണ്ട് പേടിച്ചിട്ടായിരിക്കുമല്ലോ. എവിടുന്നു അവർക്ക് വെള്ളം കിട്ടിയിട്ട് ഒരു മൂത്രം ഒഴിച്ചു. നീ ഇങ്ങോട്ട് വന്നേ. നീ അല്ലേ ഞാൻ പണിക്ക് മേലേക്കൊന്നും പോകണമെന്ന് പറഞ്ഞത്? കുറച്ച് ചില്ലറ കേസാണത്. നീ എന്നെ ദൈവത്തെ ഓർന്നായിരിക്കരുത്. ശരി ശരി, പോയിട്ട് പോയതുപോലെ തിരിച്ചു വന്നാ മതി. ഞാൻ അവളോട് പേടിച്ച് നിർത്തുക. ഞാൻ വന്ന കാര്യം പറ. അതെ, എനിക്ക് ആണും പെണ്ണായിട്ട് ഒരു മകളേ ഉള്ളൂ. പേരെന്താ? ജ്യോതി. നാണല്ലേ ചോദിച്ചേ? പേരാണ് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞു, ജ്യോതി പേരാണ് പറഞ്ഞത്. അപ്പൊ അവളുടെ പുറകെ ഒരു പൂവാലം കിടന്ന് കറങ്ങും, അതിനൊന്ന് കൈകാര്യം ചെയ്യണം. ഞാൻ മുന്നിൽ പറക്കി 25,000 രൂപ ഇത് മേടിച്ചിട്ട് അവനൊന്ന് കൈകാര്യം ചെയ്ത. എന്നാ പിന്നെ അവനോട് തട്ടിക്കളഞ്ഞേക്കാം. അയ്യോ കൊല്ലണ്ട, ചെറുതായിട്ടൊന്ന് കൈകാര്യം ചോദിച്ചാൽ മതി. കൈ ഞാൻ തല്ലുപിടിക്കാനാണെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ട്. അയ്യോ അതിന്റെ കൂടുതലല്ലേ ചേട്ടാ? എന്ത് കൂടുതല്? ഒരു കൂടുതലും ഇല്ല. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലേ ഇന്നത്തോടെ ആ ശല്യം അങ്ങ് തീരും. അല്ല, അവന്റെ കാലും കൈയും വെട്ടാനാ ഉദ്ദേശമെങ്കിൽ അവന്റെ കാലും കൈയൊക്കെ നേരെയായി ഇവിടെ വരുമ്പോ ഇയാന്റെ കാല് വെട്ടും. ആ കാല് വെട്ടുമ്പോഴേ വെപ്പ് കാല് വെക്കാനായിട്ടുള്ള കാശാണിപ്പോ എക്സ്ട്രാ 25,000 രൂപ നിന്നോട് ചോദിച്ചത്. മനസ്സിലായ? സമ്മതിച്ചു. 50,000 50,000. ഇപ്പതേ 25,000 രൂപ ഞാൻ തന്നിട്ടുണ്ട്. കാര്യം കഴിഞ്ഞതിന് ശേഷം ബാക്കി 25,000. അവന്റെ ഫോട്ടോ ഉണ്ട്. ഓക്കെ, ഇതാണല്ലോ അവന്റെ ഫോട്ടോ. ഇന്ന് 5 മണി കഴിഞ്ഞാ അവന്റെ ശല്യം തീർന്നിരിക്കും. അപ്പൊ പറഞ്ഞതുപോലെ 5 മണിക്ക് കോളേജ് ജംഗ്ഷനിൽ കാണും. ഓക്കെ ഓക്കെ ഓക്കെ. 25,000 രൂപ എങ്ങനെയുണ്ട്? അല്ലേ, നിങ്ങൾ എത്ര മണിക്ക് അവന്റെ വൈകുന്നേരം തല്ലി പിടിക്കാൻ പോകുന്നു പറഞ്ഞ? 5 മണിക്ക്. എങ്ങനെ? എപ്പോ? നീ മീൻ വെട്ടി തേച്ച് കഴുകി കഞ്ഞിയും വെച്ച് കറിയും വെച്ച് ഈ കണ്ട തുണി മുഴുവനും കഴുകിയിട്ടിട്ട് എപ്പോ പോകാനാ? എടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയടി? ഞാൻ പിന്നെ എങ്ങനെ പറയണം? ഞാനേ വാർഷികത്തിന് പോയി ആ പെണ്ണുങ്ങളുമായിട്ട് ഇല്ലാത്ത മല്ല് കെട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള പണി മുഴുവനും ചെയ്ത് നിങ്ങൾ ഇടിയും കൊണ്ടിട്ട് വരുമ്പോ നിങ്ങളെ തടവി നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി പിടിച്ച് പിന്നെ മനുഷ്യ ഞാൻ വാർഷികത്തിന് പോയിട്ട് ഇവിടെ വരുമ്പോ ഇവിടുത്തെ സർവ്വ പണിയും ചെയ്തില്ലെങ്കിൽ അവന്റെ കാലല്ല വെട്ടുന്നത്, ഞാൻ നിങ്ങളുടെ കാലായിരിക്കും വെട്ടുന്നത്. മനസ്സിലായ? എന്റെ ദൈവമേ, 10-25 കൊല്ലമായിട്ട് ഞാൻ ചുമക്കുക ഈ കുരിശിനെ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എടി ഈ 25,000 രൂപ നീ പിടിച്ചു. ആ, എന്നിട്ട് ഈ കൊട്ടേഷൻ നീ തന്നെയാണ് ഏറ്റെടുക്കും. ധൈര്യത്തിലെ അയൽക്കൂട്ടത്തിൽ 2 പെണ്ണുങ്ങളെ വിളിച്ചു. മനുഷ്യ വന്ന് ഈ മീനും വെട്ടി വെക്കാം, പണിയും ചെയ്യാമോ? ഒരു ഉണ്ട. പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുരുഷന്മാരെ വാരിയിലെടുത്തിട്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചത്. ഈ പൂതനെ സൃഷ്ടിച്ചത് എന്റെ നട്ടിലെടുത്തിട്ടാണല്ലോ. എന്റെ ദൈവമേ.